അപ്പോൾ അങ്ങനെ ബിഗ് ബോസിൻ്റെ ഒരു കിഡിലൻ പ്രൊമോ വന്നിരിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രൊമോയിൽ ബിഗ് ബോസ് ഇന്ന് കാണിച്ചിരിക്കുന്നത് നെവിനും ഷാനവാസും തമ്മിലുള്ള ഒരു ഉഗ്രം ഫൈറ്റിൻ്റെ സീക്വൻസസ് ആണ്. അപ്പോൾ നമ്മുടെ ഷാനവാസ് കിച്ചണിൽ നിൽക്കുകയായിരുന്നു. അപ്പോഴത്തേക്കും നമ്മുടെ നെവിൻ പുറകിൽ നിന്ന് വന്ന് ഷാനവാസിനെതിരെ ടൈഗർ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് സംസാരം അങ്ങ് തുടങ്ങി. അപ്പോൾ നമുക്കൊക്കെ അറിയാം, ഒരിടയ്ക്ക് വെച്ച് ഷാനവാസ് ഭയങ്കര അഗ്രസീവായിരുന്നു. അതിനുശേഷം ലാലേട്ടൻ ഒരു വീക്കിൽ വന്ന് ഷാനവാസിനെ ഒന്ന് ശകാരിച്ചതിന് ശേഷം പുള്ളി ഒന്ന് ഒതുങ്ങി എല്ലാത്തിൽ നിന്നൊക്കെ വിട്ടുമാറി നൈസായിട്ടങ്ങ് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഷാനവാസ് വളരെ കാമാൻ കൊയ്റ്റായിട്ട് പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴത്തേക്കാണ് നമ്മുടെ ഈ നെവിൻ വന്നിട്ട് ഷാനവാസിൻ്റെ പുറകെ നടന്ന് ഷാനവാസിനെ ടൈഗർ എന്നും പറഞ്ഞിട്ട് പ്രൊവോക്ക് ചെയ്യാനുള്ള പല ശ്രമങ്ങളും നടത്തിയത്. പക്ഷേ ഇവിടെ ഷാനവാസ് എടുത്ത ആ ഒരു സ്ട്രാറ്റജി ഉണ്ടല്ലോ, അതായത് നെവിൻ എത്രത്തോളം പ്രൊവോക്ക് ചെയ്യാൻ നോക്കുന്നുണ്ടോ അത്രത്തോളം ഷാനവാസ് ഓപ്പോസിറ്റായിട്ട് കാം ആൻഡ് ക്വയറ്റായിട്ട് പോയിട്ട് പുള്ളി നേരെ നമ്മുടെ ഈ നെവിൻ്റെ അടുത്ത് കൃത്യമായ മറുപടികൾ പറഞ്ഞുകൊണ്ടാണ് ഷാനവാസ് നിലനിന്നത്. ഒരു ശകലം പോലും ടെമ്പർ തെറ്റാതെ വളരെ മനോഹരമായിട്ട് ഷാനവാസ് ആ ഒരു സിറ്റുവേഷനെ ഹാൻഡിൽ ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ നെവിൻ ഷാനവാസിനെ ടൈഗർ എന്ന് മാത്രമല്ല വിളിച്ച് പ്രൊവോക്ക് ചെയ്യാൻ നോക്കിയത്, കുലപുരുഷൻ, നോക്കുകുത്തി, അങ്ങനെ പരമാവധി പ്രൊവോക്കേഷൻ നെവിൻ നടത്തി. അതും പോരാഞ്ഞിട്ട് നെവിൻ പറഞ്ഞ മറ്റൊരു സാധനമാണ് കോമഡി. സ്ത്രീകളെ ബഹുമാനിക്കാൻ അറിയില്ല എന്ന് ഷാനവാസിൻ്റെ അടുത്ത് പറഞ്ഞു. ഷാനവാസിനത് കൊള്ളോ ഇല്ലേ? അപ്പോഴത്തേക്കും ഇത് കേട്ടതോടുകൂടി ഹൗസിനുള്ളിലുണ്ടായിരുന്ന അനുമോൾക്ക് അതങ്ങ് കൊണ്ടു. എന്നിട്ട് അനുമോൾ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഷാനവാസിനാണോ നെവിനാണോ ആർക്കാണ് സ്ത്രീകളെ ബഹുമാനമില്ലാത്തതെന്ന് അറിയാമെന്ന് പറഞ്ഞു. എങ്ങനെയുണ്ട്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. ഈ ഒരു പ്രൊവോക്കേഷൻ നെവിന് ശരിക്കും ആവശ്യം ഉണ്ടായിരുന്നോ? ഇതൊരു ബാഡ് സ്ട്രാറ്റജി ആയിട്ടാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തത്. കാരണം ഇത് നെവിനെ ഒരു നല്ല രീതിക്ക് ഇത് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്യാനുള്ള ഒരു 100% ചാൻസ് ഞാൻ കാണുന്നുണ്ട്. കാരണം വേറൊന്നുമല്ല, ഈ വീക്കിൽ ഷാനവാസ് ആണെന്നുണ്ടെങ്കിൽ നോമിനേഷനിൽ ഇല്ല. പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഷാനവാസ് ഓൾറെഡി ഒരു TV സീരിയൽ ആർട്ടിസ്റ്റാണ്. അപ്പോഴത്തേക്കും ഷാനവാസിന് നല്ലൊരു ഫാൻ ബേസ് ഓൾറെഡി പുറത്ത് ബിൽഡ് ചെയ്ത് വെച്ചിട്ടാണ് പുള്ളി ബിഗ് ബോസിലേക്ക് പോണത്. അപ്പോൾ ഇത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ ഇത് നെവിനെ നല്ല രീതിക്ക് അഫക്റ്റ് ചെയ്യാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു ഇഷ്യൂയോട് കൂടി ഷാനവാസ് ഫാൻസ് നെവിന് വോട്ട് ചെയ്യാനിരുന്നിട്ടുണ്ടെങ്കിൽ, ബിക്കോസ് ഷാനവാസ് ഈ ആഴ്ച നോമിനേഷനിൽ ഇല്ല, അപ്പോൾ നെവിന് കിട്ടേണ്ടിയിരുന്ന വോട്ടും കൂടെ ഈ ഒരു ഇഷ്യൂയോടുകൂടി തീർന്നു കിട്ടി. അപ്പോൾ ഷാനവാസ് നോമിനേഷൻ ഇല്ലാത്തതുകൊണ്ട് തന്നെ ഇനി നെവിൻ എന്തായാലും വോട്ട് കിട്ടൂല എന്നുള്ളത് ഉറപ്പിച്ച്. അപ്പോൾ ഇനി വോട്ടുകളെല്ലാം നമ്മുടെ ആദിലയ്ക്കും നൂറയ്ക്കും സാബുമാനൊക്കെ ആയിട്ട് സ്പ്ലിറ്റായിട്ട് അങ്ങ് പോകും. അപ്പോൾ ഇത്തരത്തിലുള്ള വോട്ടിംഗ് സ്പ്ലിറ്റ് നെവിൻ്റെ വോട്ടിങ്ങിൽ നല്ല കാര്യമായ രീതിയിൽ കുറവുകൾ വരുത്താനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ ഈ നെവിൻ ഷാനവാസിനെതിരെ നടത്തിയ ഈ ഒരു ഫൈറ്റ് സ്ട്രാറ്റജി അല്ലെങ്കിൽ ഈ ഒരു പ്രൊവോക്കേഷൻ സ്ട്രാറ്റജിയുടെ റിസൾട്ട് എന്താണെന്നുള്ളത് വരുന്ന വീക്കിലെ നോമിനേഷനിൽ കാണാം. മറ്റൊരു വീഡിയോ കാണുന്നവരെ 90s Kid Official സൈനിങ് ഓഫ്.